പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ വ്യക്തമാക്കി. ഇറാനിയൻ ജനത തങ്ങളുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. മോസ്കോയുടെ പിന്തുണയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി നന്ദി പറഞ്ഞു. സമാധാനത്തിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഒമാൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തിയത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ അരാഗ്ചി പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ അറിയിച്ചു. ഇറാനിയൻ ജനത തങ്ങളുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഈ വിഷമഘട്ടം തരണം ചെയ്ത് ഇറാൻ സമാധാനം കണ്ടെത്തും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ പറഞ്ഞു. മോസ്കോയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയുമായി യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി. അതിനിടെ സമാധാനത്തിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. ആദ്യം ഹോർമുസ് തുറക്കുക, ആണവ ചർച്ച പിന്നീട് എന്ന നിർദ്ദേശമാണ് ഇറാന്റേത്. ദീർഘകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടണം, അല്ലെങ്കിൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അമേരിക്ക ഇറാൻ രണ്ടാംഘട്ട സമാധാന ചർച്ചയും അനിശ്ചിതത്വത്തിലായതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയുയർന്ന് ബാരലിന് $107.35 ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.